ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 25. 18/3/1987. എന്നെ സ്നേഹിക്കുവാനും എന്നെ തിരിച്ചറിയുവാനും ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ തിരുഹൃദയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും നിനക്ക് പകർന്നു തന്നുകൊണ്ട് എൻ്റെ സ്വർഗീയ പ്രവൃത്തികൾ ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അവർണ്ണനീയമായ കരുണ നിന്റെ മേൽ ചുരിഞ്ഞ് ഈ വെളിപാടുകൾ ലഭിക്കുവാൻ തക്കവണ്ണം നിന്നെ ശുദ്ധീകരിച്ച് ലോകത്തിന് എൻ്റെ കൃപ ഞാൻ വെളിപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ അന്തമില്ലാത്ത സ്നേഹം നിങ്ങളെല്ലാവരുടെയും മേൽ ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ എനിക്ക് എത്രമാത്രം സ്നേഹിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്നിരുന്നാലും എൻ്റെ മറ്റു മക്കളിൽ നിന്ന് നീ ഒട്ടും വ്യത്യസ്തയല്ലെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിനക്ക് നൽകുന്ന ഈ മാർഗനിർദ്ദേശം നീ മറച്ചു വയ്ക്കാനും പാടില്ല. എൻ്റെ ഉത്കടമായ സ്നേഹം നിറഞ്ഞ സന്ദേശങ്ങൾ ഈ ലോകമെങ്ങും അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഇത് എൻ്റെ അഭീഷ്ടമാണ്. വസൂല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നിലൂടെ പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. ഇപ്പോൾ വരൂ, എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുക. ഞാൻ കർത്താവാണ്, എന്നെയാണ് നീ ആശ്രയിക്കുന്നത്. എൻ്റെ അടുക്കലേക്കാണ് നീ വരുന്നത്, നീ എന്നെയാണ് ധ്യാനിക്കുന്നത്. നിന്റെ പ്രാർത്ഥനകളിൽ എന്നെയാണ് നീ വിളിച്ചപേക്ഷിക്കുന്നത്, മറ്റാരെയുമല്ല. പിന്നെയോ എന്നെയാണ് നീ ആരാധിക്കുന്നത് എന്നതിനാൽ നീ ആകുലപ്പെടേണ്ട. എൻ്റെ മക്കളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മകളെ, ഈ സന്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്. വസൂല, നീ എൻ്റെ അഭിലാഷം പൂർത്തിയാക്കുമോ? എൻ്റെ കൂടെ തുടർന്നും പ്രവർത്തിക്കുവാൻ നിനക്ക് സമ്മതമാണോ? ഉവ്വ് കർത്താവേ, ഈ സന്ദേശങ്ങൾ നൽകുന്നത് കർത്താവായ അങ്ങാണെന്ന് എനിക്ക് ബോധ്യമാകുന്നിടത്തോളം. കുഞ്ഞെ, ഞാൻ കർത്താവാണ്. കുഞ്ഞെ, നിനക്കെൻ്റെ സമാധാനമുണ്ടാകട്ടെ. നീ എൻ്റെ സമാധാനത്തിൽ വളരുക. സന്ദേശം എഴുതിയെടുക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നരുത്. എൻ്റെ സന്ദേശങ്ങളുടെ അവസാനം വരെ നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കുക. കുഞ്ഞെ, ആരാണ് നിന്റെ പിതാവ്? ഈ ചോദ്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അങ്ങ് തന്നെയാണ് എൻ്റെ പിതാവ്. ലോകത്തിനുള്ള സന്ദേശം. ഞാനാണ് നിന്റെ പിതാവ്, നീ എൻ്റെ സന്തതിയാണ്, നീ എൻ്റേതാണ്. എൻ്റെ മക്കൾ എന്നിൽ നിന്ന് അകന്നു മാറി അവരുടെ ഹൃദയങ്ങൾ അഹങ്കാരം കൊണ്ട് മരവിച്ചിരിക്കുന്നു. അവർ എന്നെ വിസ്മരിച്ചിരിക്കുന്നു. അവരോട് ഇപ്രകാരം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു: എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിരസ്കരിക്കുന്നത്? നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്? എനിക്ക് നിങ്ങളോട് കോപമുണ്ടെന്ന് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? എന്നെ അഭിമുഖീകരിക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ക്ഷമിക്കുന്നു. നിങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ ഞാൻ എൻ്റെ വാതിലടയ്ക്കുകയില്ല. ദശലക്ഷക്കണക്കിന് പ്രാവശ്യം നിങ്ങളോട് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്ന് എനിക്ക് നിങ്ങൾക്ക് തരുവാൻ കഴിയുന്ന എൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവിൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തുറന്ന കരങ്ങളുമായി നിങ്ങളെ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. വരൂ, എന്നെ അനുഭവിച്ചറിയുക. എന്നിൽ നിന്ന് മാറി നടക്കുന്നവരും എന്നെ ഭയപ്പെടുന്നവരും എന്നെ അറിയാത്തവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരിക. എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് വരിക. ഞാൻ സ്നേഹവും അനുകമ്പയും കാരുണ്യവും നിറഞ്ഞ ഒരു ദൈവമാണെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. എന്നെ അറിയുന്നതിനു മുമ്പേ നിങ്ങൾ എന്നെ തിരസ്കരിക്കരുതേ. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന എൻ്റെ സ്നേഹം നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിയുവാനുള്ള കൃപ നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയതിനോടൊപ്പം നിങ്ങളെ മഹോന്നത വ്യക്തികളാക്കുവാനുള്ള നൽവരങ്ങളും നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നൽവരങ്ങളും ബുദ്ധിയും ഹൃദയവും ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് വന്ന് എന്നെ അംഗീകരിച്ചുകൊണ്ട് എന്നെ കൂടുതലായി അറിയുവാൻ പരിശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുവാൻ പ്രാപ്തരാകുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്ഞാനപൂരിതമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കൃപ നൽകിയിരിക്കുന്നത് ഞാനാണ്. ഈ കൃപ നിങ്ങൾ സ്വീകരിക്കുമോ? നേരത്തെയുള്ള എൻ്റെ അവസ്ഥയെപ്പറ്റി ഞാൻ ഓർത്തുപോയി കർത്താവെ. പക്ഷെ ചിലർക്ക് അങ്ങേ അറിയുവാൻ യാതൊരു അവസരങ്ങളുമില്ലായിരുന്നു. ആരും അങ്ങയെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ളവർക്ക് അങ്ങയെപ്പറ്റി ചിന്തിക്കുവാൻ പോലും കഴിയുന്നത് എങ്ങനെയാണ്? വസൂല, ഇതെത്രയോ വാസ്തവമാണ്. മകളെ, എൻ്റെ സഭ നവീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എൻ്റെ സഭയെ ഏകീകരിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അനേകർ നശിച്ചുപോകും. വസൂല, എന്നോട് വിശ്വസ്തത പുലർത്തുന്നവർക്കുള്ള സന്ദേശം ഞാൻ തിരിച്ചു വന്നിട്ട് നൽകാം. എന്നിൽ നിന്ന് അകന്നു മാറിയ എൻ്റെ മക്കൾക്കുള്ള എൻ്റെ ഹിതം ഞാൻ ആദ്യം പൂർത്തിയാക്കട്ടെ. ഞാൻ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ഈ ഉറവിടത്തിൽ നിന്നാണ് സർവ്വസൃഷ്ടികളെയും പൊതിയുന്ന എൻ്റെ അനന്ത സ്നേഹം ഒഴുകുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒരു പ്രതിസ്നേഹം മാത്രമാണ്. നിങ്ങളിൽ പലരും ഞാൻ ക്ഷിപ്രകോപിയായ ഒരു ദൈവമാണെന്ന് ചിന്തിച്ച് എന്നെ ഭയപ്പെടുന്നു.
എന്നെ സമീപിക്കുവാൻ നിങ്ങൾക്ക് ഭയമാണ്. മറ്റു ചിലർ ചിന്തിക്കുന്നത് ഞാൻ അപ്രാപ്യനാണെന്നും നിങ്ങളെ കരുതാതെ സ്വന്തം മഹിമയിൽ മാത്രം ആനന്ദിക്കുന്നവനാണെന്നും എന്റെ ഭക്തരെ മാത്രം കടാക്ഷിക്കുന്നവനാണെന്നുമാണ്. അങ്ങനെ പ്രത്യേക താല്പര്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം അവർ സൃഷ്ടിച്ചെടുക്കുന്നു. നിങ്ങൾ എത്രയധികം ബലഹീനരും നികൃഷ്ടരുമാണോ അത്രയധികം കൂടുതലായി ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ പരിശുദ്ധനാണ്, എന്നാൽ അതോടൊപ്പം നിങ്ങളുമായി ഉറ്റബന്ധം സ്ഥാപിക്കുവാനും നിങ്ങളുടെ പരിശുദ്ധ സ്നേഹിതനായിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വസൂല, നിനക്ക് ധൂർത്തപുത്രന്റെ ഉപമയറിയാമോ? ഉവ്വ്, കുറച്ചറിയാം. ധൂർത്തപുത്രൻ പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ പിതാവ് അവനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിനേക്കാളും ഉപരിയായി പിതാവ് അവനെ വലിയ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവന്റെ തിരിച്ചുവരവിൽ ആഘോഷം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ദുഃഖിപ്പിക്കാതെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. ഞാൻ നിങ്ങളെ നിരസിക്കുകയില്ല. ആലിംഗനത്തോടെ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഭയം കൂടാതെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.